ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. സ്നേഹത്തിൻ്റെ വിപരീത പദമായി നമ്മൾ സങ്കല്പിക്കുന്നത് വെറുപ്പെന്ന വാക്കാണ്. എന്നാൽ അതല്ല, നിസ്സംഗതയാണ് കൃത്യമായ എതിർവാക്ക്. കാരണം നിങ്ങളൊരാളെ സ്നേഹിക്കുമ്പോഴും പിന്നെ എന്തോ കാരണങ്ങൾ കൊണ്ട് അയാളെ വെറുത്തു തുടങ്ങുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അയാളായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങൾ ഓർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ വെറുക്കുന്ന ഒരാളെ നിങ്ങൾ ഓർമ്മിക്കാറുണ്ട്. തെല്ല് പുഞ്ചിരിയോട് സച്ചിദാനന്ദൻ എഴുതുന്നൊരു കവിത കണക്ക് എൻ്റെ ശത്രുക്കൾക്കാണ് ഞാൻ വസ്തു നന്ദി പറയേണ്ടത്, കാരണം അവരെന്നെ സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏതൊരു നിമിഷമാണോ നിങ്ങളിങ്ങനെ നിസ്സംഗതയിലേക്ക് തെന്നി മാറുന്നത്, കൂപ്പുകുത്തുന്നത്, ആ നിമിഷം തൊട്ട് അങ്ങനെ ഒരു വ്യക്തിയില്ല. പിന്നെ അയാൾ ഈ പശ്ചാത്തലത്തിൽ കാണുന്ന ഒരു കസേര കണക്കോ വഴിയോരത്ത് കാണുന്ന ഒരു ഉരുളൻ കല്ല് കണക്കൊക്കെ ഒരു വസ്തുവായിട്ട് അങ്ങോട്ട് ചുരുങ്ങുന്നു. റെയിഫിക്കേഷൻ എന്നൊരു പദം ഫിലോസഫിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ വസ്തുവൽക്കരിക്കുക എന്ന് പറയുന്നൊരു പദം നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും വലിയ അപരാധമായിട്ടാണ് വയോധിനായ മാർപ്പാപ്പ അത് ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തിടെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും മ്യാൻമറിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ, റോഹിംഗ്യ അഭയാർത്ഥികളെ. ആ പേര് ബർമയിൽ വെച്ച് മ്യാൻമറിൽ വെച്ച് പോപ്പ് പറയുമോ എന്നുള്ള ലോകം ഇങ്ങനെ ഉറ്റുനോക്കിയായിരുന്നു. ഇങ്ങനത്തെ ചില കാരണങ്ങൾ കൊണ്ട് ആ പദം അതേപോലെ ഉച്ചരിക്കാനായിട്ട് പാപ്പ തയ്യാറായില്ല. എന്നാൽ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആ വാക്ക് പറയാതിരിക്കാനായിട്ട് തരമില്ല. ആ അഭയാർത്ഥികളുടെ മുമ്പിൽ പേര് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ലോകത്തിൻ്റെ നിസ്സംഗതയ്ക്ക് വേണ്ടി മാപ്പ് ചോദിച്ചു. കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ലോകം എൻ്റെ പിഴ എന്ന് പറഞ്ഞ് മാപ്പ് പറയേണ്ടത് ഈ നിസ്സംഗതയെ ഓർത്തിട്ടാണ്. ഓർമ്മിക്കണം, വളരെ പ്രബലനായ വളരെ ശക്തനായ ഒരു അയൽക്കാരൻ്റെ അനിഷ്ടം പോലും വകവയ്ക്കാതെ ടിബറ്റൻ അഭയാർത്ഥികളെ ദേശത്തേക്ക് സ്വീകരിച്ച പാരമ്പര്യമാണ് നമ്മുടേത്. ലോകമെമ്പാടും ഇങ്ങനെ മനുഷ്യർ അഭയത്തിന് വേണ്ടി അലയുന്നുണ്ട്. ആരാണ് അവരെ ശ്രദ്ധിക്കുക? ആരിലേക്കാണ് അവരിങ്ങനെ കരുണയുടെ ഇത്തിരി ഒരു ഈർപ്പം സൃഷ്ടിച്ചെടുക്കുക? ലോകം ഇന്ന് പണ്ടത്തേനേക്കാൾ കൂടുതൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ തങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ നിന്ന് പറിച്ചു നീക്കപ്പെടുകയോ കുടിയിറക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നൊരു കാലമാണിത്. ഒരു ചുരക്കാത്തൊണ്ട് തനിക്ക് തണൽ നൽകിയതിനെക്കുറിച്ച് നമ്മൾ യോനയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പിന്നീട് ഇതിങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ ഈ പ്രവാചകൻ ദൈവത്തോട് ഇങ്ങനെ കലഹിക്കുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ ആ ഒരു തണൽ നശിപ്പിച്ചത്? അതുപോലെ ഓരോ ദിവസവും തങ്ങൾക്ക് മീതെയുള്ള തണൽ നഷ്ടപ്പെട്ട മനുഷ്യർ, അവരോടൊക്കെയുള്ള നമ്മുടെ ആഭിമുഖ്യങ്ങൾ എന്താണ്? ക്രിസ്മസ് ഈ നിസ്സംഗതയ്ക്കെതിരായിട്ട് നമ്മൾ നമ്മുടെ തന്നെ ആത്മാവിനെ പ്രതിരോധിക്കേണ്ട ഒരു കാലമാണ്. സാന്താക്ലോസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമൊക്കെ ആണല്ലോ ക്രിസ്മസിൻ്റെ ആ ഒരു പകിട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത്. സാന്താക്ലോസ് എന്താണ്? എവിടെയോ തൻ്റെ ഇടപെടൽ ആവശ്യമുള്ള ആരോ ഉണ്ടെന്നറിഞ്ഞിട്ട് പാതിരാവിലെ ഇങ്ങനെ അലയുകയാണ്. നമുക്കറിയാം ഒരു സങ്കല്പ കഥാപാത്രമാണ് സാന്താക്ലോസ്. എന്നിട്ടും ആവശ്യക്കാരൻ്റെ ഒക്കെ പടിവാതിക്കൽ എന്തോ വെച്ചിട്ട് ആരോ ഇങ്ങനെ മറഞ്ഞു പോകുന്നു. താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാതെ, താൻ ചെയ്ത സുഹൃത്തിൻ്റെ മീതെ ഒരു നന്ദിവാചകം പോലും കേൾക്കാൻ നിൽക്കാതെ ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒരു സങ്കല്പം. ഒത്തിരി സംഘങ്ങളായിട്ട് കരോൾ ഗായകർ ഈ ദിവസങ്ങളിൽ ഉമ്മറത്തേക്ക് വരും. സാന്താക്ലോസ് ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ അതിനകത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സാന്താക്ലോസ് ആകാനായിട്ട് ക്ഷണിച്ചുകൂടാ? അതും ഈ ഒരു ക്രിസ്മസ് കാലത്തിലൊക്കെ ചിന്തിക്കേണ്ട വിചാരമല്ലേ? വിശേഷിച്ചും ഈ ഒരു ക്രിസ്മസ് കാലം തീരത്തത്ര നല്ലതല്ല. എല്ലാവർക്കും കൃത്യമായിട്ട് ധാരണയുള്ളത് കണക്ക് ആ വലിയ കാറ്റിന് ശേഷം തീരത്തെ നക്ഷത്ര വിളക്കുകളും എഴുതി നാളങ്ങളും ഒക്കെ കെട്ടുപോയിട്ടുണ്ട്. പണിക്ക് പോകുന്ന ഒരാൾ മടങ്ങി വരാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ദുര്യോഗം ചിലപ്പോൾ നഗരങ്ങളിലിരിക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടില്ല. അതിനേതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗൃഹനാഥൻ ജോലിക്ക് പോകുന്നു, സന്ധ്യയാകുമ്പോൾ വൈകുന്നു, വരാൻ വൈകുന്നു, നിങ്ങൾ പതുക്കെ മൊബൈൽ വിളിക്കാൻ ശ്രമിക്കുന്നു, അതിങ്ങനെ സ്വിച്ച് ഓഫാണ്. ഒരു 12 മണി വരെ അങ്ങനെ ഒരു സന്ദേശം കിട്ടുമെന്ന് വിചാരിക്കുക. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എത്ര മുറുകുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം. അങ്ങനെയെങ്കിൽ തങ്ങൾ തിരിച്ചു വരുമെന്നോ
കൃത്യമായ ധാരണയോ ഉറപ്പോ ഇല്ലാത്ത കുറേ അധികം ദിവസങ്ങൾ കടലോരത്ത് കഴിഞ്ഞു പോയി. കുറേ അധികം പേര് കാത്തിരിപ്പുണ്ട്. 100ഓളം പേരുടെ മരണം നമുക്കറിയാം. ഇനിയും ഏകദേശം 2 മടങ്ങോളം മനുഷ്യർ മടങ്ങി വരാനുണ്ട്. തീരത്ത് ഇത്തവണ ക്രിസ്മസ് ഉണ്ടാവില്ല. ആ ദിവസങ്ങളിൽ തീരത്തുള്ളൊരു ദേവാലയം സന്ദർശിച്ച വൈദികൻ പങ്കുവയ്ക്കുന്ന കണക്ക്, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുർബാന കാണുന്നത്. മനുഷ്യർ കിടന്നുകൊണ്ട് കുർബാന കാണുന്നു. കാരണം കടപ്പുറത്താണ് പള്ളി, കാത്തുകാത്തിരിക്കുകയാണ്. മിക്കവാറും പേര് അതിനകത്ത് തളർന്ന് കിടപ്പുണ്ട്. എണീറ്റ് നിൽക്കാനായിട്ടുള്ള ഒരു ഊർജം പോലും ഇല്ലാതെ കുർബാനയുടെ നേരം വരുമ്പോൾ തങ്ങളുടെ ആ വശങ്ങളിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് അവർ ഉത്തരം പറയുന്നു. അത്ര നല്ലൊരു ക്രിസ്മസ് അല്ല ഈ ദിവസങ്ങളിൽ കുറഞ്ഞ പക്ഷം തീരത്തെങ്കിലും കാത്തിരിക്കുന്നത്. കുറച്ച് ഉള്ളിലായതിൻ്റെ പേരിൽ, കുറച്ച് നഗരത്തിലായതിൻ്റെ പേരിൽ നമ്മളിതിനെയൊക്കെ കാണാതെ പോകുന്ന കഷ്ടമല്ലേ? ഏതൊരു തരത്തിൽ, ഏതെങ്കിലും തരത്തിലുമൊക്കെ ഇങ്ങനെ അവനവൻ്റെ ഉള്ളിലെ ചില നന്മയുടെ ഈർപ്പങ്ങൾ വീണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ക്രിസ്മസ്? മാലാഖമാർ പാടുന്ന പാട്ടുണ്ടല്ലോ, സന്മനസ്സുള്ളവർക്ക് സമാധാനം. വസ്തുത ശാന്തി അവർക്ക് വേണ്ടി മാത്രം ആവശ്യപ്പെട്ട, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്മനസ് ഇനിയും പുലർത്തുന്നവർക്ക്. അത്തരം സന്മനസ്സിൻ്റെ എന്തടയാളം ഈ ക്രിസ്മസ് കാലത്തേക്ക് വേണ്ടി നിങ്ങൾ കരുതി വെക്കുന്നുണ്ട്? ക്രിസ്മസ് മറ്റൊരു ആഘോഷ ദിനമായിട്ട് കടന്നു പോകും. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ പൊതുവെ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തോടുള്ള മടുപ്പോ താല്പര്യക്കുറവൊക്കെ വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ടും ആ ക്രിസ്തുമസ് എന്ന് പറയുന്നൊരു കാര്യം ഭംഗിയായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കച്ചവടത്തിനും ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാലയളവാണ് ക്രിസ്മസ് എന്ന് പറയുക. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുക. അത്തരം ഉത്സവകാലത്തിനകത്ത് ക്രിസ്മസിൻ്റെ യഥാർത്ഥത എന്ന് പറയുന്നത് ഇങ്ങനെ ആർക്കോ വേണ്ടിയൊക്കെ ത്രസിക്കുന്ന, തുടിക്കുന്ന നിങ്ങളുടെ ഹൃദയമാണ്. അത്തരം ഒന്നിൻ്റെ ഒരു സ്പന്ദനമില്ലെങ്കിൽ ഈ ക്രിസ്മസ് നിങ്ങളെ സഹായിക്കില്ല. ഞാൻ തീരത്തെക്കുറിച്ച് പരാമർശിച്ചത് മാത്രമേ ഉള്ളൂ. അത്രയൊന്നും അകലമൊന്നും പോകേണ്ടി വരില്ല. ചിലപ്പോൾ നിങ്ങളുടെ പരിസരത്ത് തന്നെ നിങ്ങളുടെ ഇടപെടൽ ആവശ്യമുള്ള ആരോ ഉണ്ട്. അവരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എങ്ങനെയാണ് പോകുന്നത്? ഉപേക്ഷ എന്ന് പറയുന്നൊരു പാപമാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെയും കാണാതെയും പോകുന്ന ഒരു മേഖല. പലപ്പോഴും ഈ ചെയ്തു പോയ അപരാധം മാത്രമാണ് പാവമെന്ന് തെറ്റിദ്ധരിക്കുന്നു. ചെയ്യാതെ പോയ സുഹൃത്തുക്കൾ. വാസ്തവത്തിൽ അതിനെ ഓർത്താണ് നമ്മുടെ തല കുനിയേണ്ടത്. അതാവട്ടെ നമ്മുടെ തല ഉയർത്തിപ്പിടിക്കാനാവാത്ത വിധത്തിൽ ഇങ്ങനെ വളരെ കഠിനമായ ഉപേക്ഷകളുടെ കഥകളാണ്. എല്ലായിടത്തും നമ്മളിങ്ങനെ ആരെയൊക്കെയോ കാണാതെയോ കേൾക്കാതെയോ ചേർത്ത് പിടിക്കാതെയൊക്കെ പോകുന്നുണ്ട്. പലപ്പോഴുമൊക്കെ ചില ഭംഗിയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകും. ഈ ദിവസങ്ങളിലൊന്നിൽ ഒരു ഇടത്ത് ഇത്തിരി നേരം ബസ് കാത്ത് നിൽക്കുമ്പോൾ അടുപ്പമുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു വെച്ചാൽ, ഇത്തവണ ക്രിസ്മസിന് വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ആറ്റിറ്റ്യൂഡിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണാവോ? ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഇങ്ങനെ തെരുവിലൂടെ വരുമ്പോൾ ഇങ്ങനെ കടയുടെ ഇറമ്പത്ത് ഒരു വയോധികനും അയാളുടെ ഭാര്യയുമുണ്ട്, തണുത്ത് വിറച്ച്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച ഇങ്ങനെയാണ്. അയാളൊരു ഡബിൾ മുണ്ട് എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കീറുകയാണ്, അവർക്കിന്നെ പുതച്ച് കിടക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിനോദങ്ങളിലേക്ക് ചുരുങ്ങുമായിരുന്ന ആ ഒരു ക്രിസ്മസ് ദിനത്തെ ചില സങ്കല്പങ്ങൾ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഒരു 25 ബെഡ്ഷീറ്റെങ്കിലും 24-ാം തീയതി രാത്രി നടന്നിട്ട് തെരുവിലൂടെ കണ്ടെത്തുന്ന ആദ്യത്തെ 25 പേർക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചെറിയ ചെറിയ സുഹൃതങ്ങളുടെ പച്ച ഇനിയും പൊടിക്കുന്നുണ്ട്. നിസ്സംഗത എന്ന് പറയുന്ന ഒരു പാപത്തെ കൃത്യമായിട്ട് യേശു അഭിമുഖീകരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ പിറവി തൊട്ടേ ഉള്ള ഒരു വായനയ്ക്കകത്ത് ആ പദം എങ്ങനെയൊക്കെയോ കടന്നുകൂടുന്നുണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ പിറവിയിൽ ആനന്ദിച്ച മനുഷ്യരുണ്ട്. അത് ഈ പാവപ്പെട്ടവരും ഇടയന്മാരും ജ്ഞാനികളുമൊക്കെ ഉൾപ്പെടെയുള്ള വലിയ സമൂഹം. രണ്ടാമതായിട്ട് യേശുവിൻ്റെ പിറവിയെ ഭയപ്പെട്ട മനുഷ്യരുണ്ട്. ഹെറോദോസിനെ കുറിച്ച് നമ്മൾ അങ്ങനെ വായിച്ച് കേൾക്കുന്നത്, രക്ഷകൻ പറന്നു കേൾക്കുന്ന നിമിഷം തൊട്ട് അയാൾ ഇങ്ങനെ ഭയപ്പെട്ടെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക്, എന്നാൽ അതിനേക്കാൾ കഠിനമെന്ന് വേണമെങ്കിൽ കരുതാവുന്നൊരു കാര്യം ഈ ഒരു പിറവിയോട്, അവൻ്റെ വരവിനോട് നിസ്സംഗത പുലർത്തിയ മനുഷ്യരെക്കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. എവിടെയാണ് ഉണ്ണി പിറക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് വേദപുസ്തകത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വായിച്ചെടുത്ത് കൊടുക്കുന്ന, അതിനെ കൃത്യമായിട്ട് കാട്ടിക്കൊടുക്കുന്ന ചില മനുഷ്യർ. അവരേതെങ്കിലും തരത്തിൽ
ഈ രക്ഷകനെ ഓർത്ത് ഭയന്നതായിട്ടൊന്നും വേദപുസ്തകം അടയാളപ്പെടുത്തുന്നില്ല. എന്നാൽ അവരാ രാത്രിയിൽ രക്ഷകനെ പോയി ആരാധിച്ചതിൻ്റെ അടയാളമില്ല. ഇത് തന്നെയാണ് നിസ്സംഗത എന്ന് പറയുന്നത്. ആ നിസ്സംഗതയുടെ ഒരു അനുഭവം ഉടനീളം യേശു അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ മരണം പോലും വാസ്തവത്തിൽ ഇങ്ങനെ മനുഷ്യൻ്റെ നിസ്സംഗതയിൽ നിന്നുണ്ടായെന്ന് വേണമെങ്കിൽ സങ്കല്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ആരൊക്കെയോ ക്രമപ്പെടുത്തിയത് കണക്ക് ആരൊക്കെയോ നിലവിളിക്കുകയാണ്, ഞങ്ങൾക്ക് അവൻ്റെ രക്തം വേണം, അവനെ വിട്ടുതരിക, അവൻ്റെ രക്തം ഞങ്ങളുടെ മീതെ പതിക്കട്ടെന്നൊക്കെ പറയുമ്പോൾ എവിടെ പോയിരുന്നു അവൻ്റെ സുഹൃതങ്ങൾ ലഭിച്ചവർ, അവൻ്റെ വാക്കിൻ്റെ അമൃത് നുകർന്നവർ? എനിക്ക് തോന്നുന്നു പീലാത്തോസ് ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡം പോലും നിസ്സംഗതയുടെ മാനദണ്ഡം. അയാൾക്കിങ്ങനെ വളരെ വ്യക്തമായിട്ടറിയാം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ വിധിക്കാനായിട്ട് താൻ ആളല്ല. അയാളുടെ മുമ്പിൽ താൻ ഇങ്ങനെ കൂനി ചെറുതാകുന്ന വിധത്തിൽ ഒരു വളരെ ചെറിയ മനുഷ്യനാണ്. എന്നിട്ട് പോലും ഈ കളിയിലുടനീളം അയാൾ പുലർത്തുന്ന ഒരു നിസ്സംഗതയാണ് വാസ്തവത്തിൽ യേശുവിനെ കഴുമരത്തിലേക്ക് എത്തിക്കുക. പിറവി തൊട്ട് അവൻ്റെ കഴുമരം വരെ യേശു പോലും അഭിമുഖീകരിച്ച ഒരു കഠിന അപരാധമായിട്ട് വേണമെങ്കിൽ നിസ്സംഗതയെ വായിച്ചെടുക്കാവുന്നതാണ്. അത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്, എവിടെയും സംഭവിക്കുന്നുണ്ട്. പതുക്കെ മനുഷ്യൻ്റെ ഹൃദയം ഇങ്ങനെ മഞ്ഞുമലയായിട്ട് ഉറഞ്ഞു പോകുന്നുണ്ട്, ഒന്നും തൊടുന്നില്ല. ഹൃദയത്തിൽ ഇങ്ങനെ ഹിമശൈലങ്ങൾ രൂപപ്പെടുന്ന ഒരു കാലത്തിനകത്ത് നമ്മൾ തെളിച്ചു വെക്കുന്ന ഒരു നക്ഷത്ര വിളക്കിൻ്റെ ചൂട് പോലും ഈ ഒരു മഞ്ഞിനെ ഒരുക്കാനായിട്ട് പര്യാപ്തമല്ല. നമുക്ക് കുറേ കൂടി നമ്മുടെ കരങ്ങളിങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കാം, കരങ്ങളൊന്ന് ഈ പ്രപഞ്ചത്തിന് വീതി ഒന്ന് വിരിച്ചു പിടിക്കാം. യേശു പറഞ്ഞ സമരക്കാരൻ്റെ കഥയൊക്കെ വാസ്തവത്തിൽ നിസ്സംഗതയുമായി ബന്ധപ്പെട്ട അപരാധത്തിലേക്കുള്ള കൃത്യമായ സൂചന തന്നെയാണ്. ഒരു രാത്രിയിൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ഒരു വഴിയോരത്ത് പെട്ടുപോയൊരു മനുഷ്യൻ, വീട് വിട്ട എല്ലാ മനുഷ്യർക്കും വഴിയിൽ വെച്ച് പരിക്കേൽക്കേണ്ടതായിട്ട് വരുന്നു. എന്തായിരുന്നു ആ കഥയിലെ പുരോഹിതനും ലേവിയും ചെയ്ത അപരാധം? അവർക്കുള്ളത് നിസ്സംഗത മാത്രമാണ്, അവരതിനകത്തൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമ്മളിങ്ങനെ മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്ന ഒരു 3 കാര്യങ്ങൾ ആ കഥക്കകത്തുണ്ടെന്നാണ് പറയുന്നത്. ഒന്നിങ്ങനെ തസ്കരന്മാരുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്കുള്ളത് ഞങ്ങളുടേതാണെന്ന് കരുതുന്ന ഒന്ന്. രണ്ടാമത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെ നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്, നമ്മളതിനകത്ത് കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാഗ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ആ മൂന്നാമത്തെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നതാണ് ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ട് നമ്മൾ കാണുന്നത്, എൻ്റേതെല്ലാം നിനക്കാണ്, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന കാര്യങ്ങളാണ് ഈ മനുഷ്യനിലേക്ക് ചൊരിയുന്നത്. യേശു പറഞ്ഞ ആ കഥയുടെ ആവർത്തനങ്ങളാണ് നടക്കുന്നത്. എന്നാലോ ആ കഥയ്ക്കകത്ത് കണക്ക് തന്നെ നമുക്ക് കാര്യമായൊരു വീണ്ടും വിചാരമോ കാര്യമായൊരു കുറ്റബോധം അനുഭവപ്പെടുന്നില്ല. നമ്മൾ വളരെ വേഗത്തിൽ പാതിരാ കുർബാനയ്ക്ക് വേണ്ടി ഓടിപ്പോവുകയാണ്. ഇത്തവണ ഇങ്ങനെ ക്രിസ്മസിന് വേണ്ടി അപ്പത്തരങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഇത്തവണ ഒത്തിരി പേര് വിരുന്നിന് വിളിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണുപൂട്ടി ആലോചിച്ചാൽ നല്ലതാണ്, ഇത് ആർക്കായിരിക്കും കൂടുതൽ ഉതകുക, ആർക്ക് വേണ്ടി ആയിരിക്കും ഞാൻ എൻ്റെ വിരുന്നുകൾ ഒരുക്കേണ്ടത്? യേശു പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത്താഴവും മുത്താഴവും തിരികെ തരാൻ കെൽപ്പില്ലാത്തൊരു വിരുന്നിനെ വിളിക്കുക. നമ്മുടെ ക്രിസ്മസ് വിരുന്നുകൾക്കകത്ത്, നമ്മുടെ ക്രിസ്മസ് വിരുന്നിനകത്ത് മാത്രമല്ല ഒരു വിരുന്നിനകത്തും അത്തരം മനുഷ്യർക്ക് ഇപ്പോൾ ഇടവില്ല. അത്തരം മനുഷ്യർ നമുക്ക് പേടിയാണ്. നഗരങ്ങളിലൊക്കെ ഒരു കൺവെൻഷനോ അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ നടന്നു കഴിയുമ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി കയറി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ കുറച്ച് നന്നായിട്ടൊക്കെ വേഷം ധരിച്ച് ഈ അതിഥികളുടെ കൂട്ടത്തിൽപ്പെട്ടവരെ തോന്നിക്കുന്ന വിധത്തിലൊന്ന് കടന്നുകൂടാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി തന്നെ ഇങ്ങനെ ഗേറ്റിൽ പ്രത്യേക ആൾക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ ഭക്ഷിക്കുന്ന കൂട്ടത്തിൽ എന്തോ കാരണം കൊണ്ട് ഭക്ഷിക്കാനായിട്ടെത്തിയ ഈ കുഞ്ഞുങ്ങളെ തടയണമെന്നും അപമാനിക്കണമെന്നവർക്കൊക്കെ ഇത്ര നിർബന്ധം എന്താ? എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, നമ്മുടെ വിരുന്നുമേശകളിൽ നിന്നൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ പുറന്തള്ളുമ്പോൾ, വിശേഷിച്ചും അർഹതയുള്ള ഒരാളെ പുറന്തള്ളുമ്പോൾ അതിലൊക്കെ ഇന്ന് നസ്രത്തിൽ യേശുവിൻ്റെ ഒരു പ്രതീകമം തെളിയുന്നുണ്ട്. കാരണം യേശുവുമൊക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിനകത്ത് ഇങ്ങനെ മറ്റുള്ളവരെ വിരുന്നുമേശകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മാത്രം തങ്ങളുടെ ജീവിതം മുമ്പേ കൊണ്ടുപോയ ആൾക്കാരാണ്. സ്വന്തമായി തൊഴിലില്ലാത്ത 13 ചെറുപ്പക്കാരുടെ മുമ്പിൽ മറ്റു വഴികളില്ല. അപ്പോൾ നമ്മുടെ വിരുന്നുകളൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ വേറെയും ഉണ്ടാവും നമ്മുടെ വിനോദത്തിനും സന്തോഷത്തിനും ഒക്കെ വേണ്ടി. അതൊന്നും കെടുത്തണമെന്നല്ല പറയുന്നത്. പക്ഷേ ചുറ്റിനുമുള്ള ഒരു സങ്കടങ്ങളെയും ചുറ്റിനുമുള്ള ദുഃഖകാരണങ്ങളെയും കാണാതുള്ള ഈ പോക്ക് എങ്ങോട്ടാണ്? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറേ കൂടി പ്രകാശിപ്പിക്കണ്ടേ? കുഞ്ഞുങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ കാട്ടി പരിചയപ്പെടുത്തി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള. സിദ്ധാർത്ഥൻ ബുദ്ധനാകുന്ന അങ്ങനെയാണ് നമുക്കറിയാം. ആ കുട്ടി ഒരിക്കലും ദുഃഖം കണ്ടില്ലെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ബോധോദയത്തിലേക്കുള്ള പാത ചവിട്ടാനാവില്ല. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ കാര്യമായ പ്രകാശമില്ലാതെ കടന്നു പോകുന്നത് പോലും നമ്മളിങ്ങനെ ഏതെങ്കിലും തരത്തിൽ കുറവോ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടുള്ളവരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ്.
വേദപുസ്തകത്തിലൊക്കെ യേശു പറയുന്ന ആ 3 വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ഓർമ്മിച്ചിട്ട് നമുക്ക് ഈ വിചാരങ്ങളെയൊക്കെ ഒന്ന് വേഗത്തിലേക്ക് ക്രോഡീകരിച്ച് പ്രാർത്ഥനയാക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് തനിക്ക് പ്രിയമില്ലെന്നൊക്കെ ഇങ്ങനെ യേശു പറയുന്നുണ്ടല്ലോ. ഒന്നിങ്ങനെ എനിക്ക് നിങ്ങളുടെ വിരുന്നുകളോട് അനിഷ്ടം. എന്തുകൊണ്ടാണ് ഈ വിരുന്നുകളോട് ഇത്രയും അനിഷ്ടം? നമുക്കൊരു കുറ്റബോധമില്ലാത്തതുകൊണ്ട്, പുറത്താരെങ്കിലും കാത്തു നിൽക്കാൻ ഉണ്ടെന്ന് ഉള്ള ധാരണയില്ലാതെ നമ്മളിങ്ങനെ അടച്ചിട്ട ഇടങ്ങളിലും ഭവനങ്ങളിലുമൊക്കെ നടത്തുന്ന വിരുന്നുകൾക്കകത്ത് ഈ കുറ്റബോധം എന്ന് പറയുന്നൊരു ഘടകം പ്രവേശിക്കുന്നില്ല. നമ്മുടെ കുറ്റബോധമില്ലാത്ത വിരുന്നുകളോട് അവന് മമതയില്ല. പിന്നെ യേശു പറയുന്ന കണക്ക് നിങ്ങളുടെ ചിരിയോടും എനിക്ക് മമതയില്ല. നിശ്ചയമായിട്ടും നമ്മുടെ ചിരികളോട് അവന് മമത ഉണ്ടാകാൻ തരമില്ല. കാരണം ചിരിക്കാനായിട്ട് അധികം കാരണങ്ങളുള്ള ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഓരോ നിമിഷവും കണ്ണു നിറയാനായിട്ടുള്ള കാരണങ്ങൾ അവശേഷിക്കുമ്പോൾ നമ്മുടെ ചിരി നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ യേശു പറയുന്നുണ്ട് നമ്മുടെ ധനം, അവരിന് വേണ്ടി ഉപകരിക്കപ്പെടാത്ത ധനം, അതിനു മീതെയും നമ്മുടെ ഒരു ശ്രദ്ധ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അനുഗ്രഹമെന്ന് ഒരാൾ കരുതുകയും എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലാത്തൊരു കാര്യത്തെ യേശു ചൂണ്ടിക്കാണിച്ചു തരിക. നമുക്ക് പഴയ കഥയൊന്ന് ഓർമ്മിച്ച് ഇതിനെ പതുക്കെ അവസാനിപ്പിക്കാം. കണ്ണ് നിറയുന്ന ഗുരുവിൻ്റെ കഥ. തൻ്റെ ചങ്ങാതിയുടെ സങ്കടം കേട്ടിട്ട് തൻ്റെ 2 കണ്ണിൽ 1 കണ്ണ് നിറഞ്ഞില്ല എന്നുള്ള സങ്കടത്തിൽ അയാൾ ഇങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്: എൻ്റെ ചങ്ങാതിയുടെ സങ്കടം കേട്ടിട്ട് എൻ്റെ ഇടത് കണ്ണ് നിറഞ്ഞില്ല, എൻ്റെ വലത് കണ്ണ് മാത്രമേ ഇങ്ങനെ ഈർപ്പമുള്ളതായി മാറിയുള്ളൂ. ചങ്ങാതിയുടെ ദുഃഖം കണ്ടിട്ട് നിറയാത്ത എൻ്റെ കണ്ണ് എനിക്ക് എന്തിനാണ്? അങ്ങനെയാണ് ഒറ്റക്കണ്ണനായി മാറിയതെന്നാണ് പാരമ്പര്യം. കണ്ട സൂചനകളെ വേണമെങ്കിൽ ഏറ്റവും വേഗത്തിൽ ചുരുക്കി അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഈ പറഞ്ഞ വെറുപ്പല്ല പാപം, നിസ്സംഗതയാണ്. ഒരുപക്ഷെ അതിനേക്കാൾ കഠിനമായ പാപം മറ്റൊന്നും ഈ ഭൂതലത്തിന് മീതെ ഇല്ലെന്ന് തോന്നുന്നു. എവിടെയൊന്നോ ഒരു വയോധികനായ പോപ്പ് കൈകൂപ്പി ഇങ്ങനെ കണ്ണു നിറഞ്ഞ് പറയുന്നുണ്ട്: ലോകത്തിൻ്റെ നിസ്സംഗതയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആമേൻ. നമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.